എൻ്റെ പേര് നിഷ മാത്യു. ഞാൻ കാനഡയിലാണുള്ളത്. ഞാൻ റീസെൻ്റായിട്ട് LPU എക്സാം എഴുതി പാസ്സായി. ഞാൻ 2013 നാട്ടിൽ നഴ്സിംഗ് പഠിച്ചതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴാണ് കാനഡയിലെ എക്സാമൊക്കെ എഴുതാനുള്ള ഒരു അവസരമൊക്കെ കിട്ടിയത്. അങ്ങനെ കഴിയുമ്പോൾ എനിക്ക് 2 കുഞ്ഞു പിള്ളേരുണ്ട്. ഒരാൾക്ക് 3 വയസ്സും ഒരാൾക്ക് 1 വയസ്സും. അപ്പം ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു ഇത്രയും നാളുകൾക്ക് ശേഷം പഠിക്കുക എന്നുള്ളത്. ഞാനങ്ങനെ ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ക്ലാസ് അറ്റൻഡ് ചെയ്തു. പക്ഷേ എനിക്ക് അത്ര എഫക്റ്റീവായിട്ട് തോന്നിയില്ല. പിന്നെ ഒത്തിരി നാളത്തെ ഗ്യാപ്പും ഉണ്ട്. അങ്ങനെ ഞാനിരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ എക്സാം പാസ്സായി എന്നോട് പറഞ്ഞു, നീ നാട്ടിലൊരു സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യും, എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്താൽ മതി, ഒത്തിരി പൈസ ആവത്തില്ല, ഒന്ന് വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു, സാറിൻ്റെ നേരിട്ടുള്ള നമ്പർ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സാറിനെ വിളിക്കുമ്പോൾ സാറിനോട് സംസാരിച്ച് സാർ ഭയങ്കര പോസിറ്റീവായിട്ട് എല്ലാം പറഞ്ഞു. എന്നിട്ട് ഇപ്പം തന്നെ പഠിക്കണം, എന്തിനാ സമയം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ സമയപരിമിതികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം സാറ് നമുക്ക് റെക്കോർഡഡ് വീഡിയോസൊക്കെ അയച്ചു തരും. പിന്നെ സാറിൻ്റെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഒരു ഡിസീസ് കണ്ടീഷൻ വരുമ്പോൾ അത് എന്താണെന്ന് ആദ്യം മനസ്സിലായിട്ടല്ലേ നമുക്ക് അതിൻ്റെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം അതൊക്കെ മനസ്സിലാക്കാൻ ആ വീഡിയോസ് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. പിന്നെ ഏറ്റവും എനിക്ക് പ്രധാനമായിട്ട് പറയുന്നത്, ഞാൻ എക്സാമിന് പോകുന്നതിൻ്റെ തലേദിവസം എനിക്ക് അത്യാവശ്യം അപ്ഡേറ്റഡ് ലാബ് വാല്യൂസ് വേണമായിരുന്നു. അത് ഞാൻ സാറിനോട് ചോദിച്ചപ്പോഴേ സാറ് ഇവിടുത്തെ ടൈമും നാട്ടിലെ ടൈമും വ്യത്യാസമുണ്ടല്ലോ, സാർ അപ്പം തന്നെ അതെനിക്ക് റിപ്ലൈ തന്നു. ഞാനത് വായിച്ചിട്ടാണ് രാവിലെ ഞാൻ എക്സാമിന് പോയത്. അതെനിക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പം സാറിനോട് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യാം. ഉറപ്പായിട്ടും ഞാനും എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നുണ്ട്. ഉറപ്പായിട്ടും നല്ല ഒരു ക്ലാസ്സായിരുന്നു. താങ്ക് യു സോ മച്ച്.